ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. എന്നുള്ള മാതിരി തന്നെ നേരം നമുക്ക് വെച്ചുണ്ടാക്കുക, തിന്നുക, കിടന്നുറങ്ങുക, അതൊക്കെ തന്നെയല്ലേ നമ്മളൊരു ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ഇട്ടെടുത്ത് അതൊക്കെ ഇങ്ങനെ തീ ഓഫാക്കിയിട്ടാണ്. എന്നിട്ട് പിന്നെ അത് ആകെ കിടന്ന് വട്ടം കളിച്ചിട്ടാ. കാരണം എന്താ വെച്ചാലും എന്താ കാര്യമായിട്ടൊന്നുമില്ല, എന്തൊക്കെയോ ഒരു ഹാലാണ്. അപ്പോൾ പിന്നെ ഞാൻ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത്. കാരണം ഞാനും ലാലും മാത്രമേ ഉള്ളൂ, അവിടെ ഇല്ല. അപ്പോൾ പിന്നെ വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ച്. അടുപ്പത്തൊക്കെ ആകുമ്പോൾ അത് ഊതി കത്തിച്ച് ഇങ്ങനെ നിൽക്കണ്ടേ. പിന്നെ ഒറ്റയ്ക്കല്ലേ, വേഗം പണികളൊക്കെ കഴിച്ചും വേണം. അപ്പം ഇങ്ങനെ എല്ലാം കൂടി നമ്മളെ രണ്ട് കൈയായിട്ട് എല്ലായിടത്തേക്കും കൂടി എത്തൂലല്ലോ. അപ്പം വേഗം വെച്ചുണ്ടാക്കൽ പരിപാടിയാണ് കഴിഞ്ഞ് പിന്നെ നമുക്ക് സുഖമല്ലേന്ന് എഴുതിയിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ചോറ് വെച്ചിരിക്കണ്. അങ്ങനെ പിന്നെ ചായ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടാ. അങ്ങനെ പിന്നെ അടുത്തത് കൂട്ടാൻ പരിപാടിയാട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകട്ടെ. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചാൻ തോന്നി. മറ്റേ രാവിലെ എണീച്ചാൽ ആദ്യം തോനെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇപ്പോൾ വെള്ളം കുടിച്ചാനൊന്നും നേരമില്ല. ഒറ്റക്കായ കാരണം വേഗം പണികളൊക്കെ കഴിച്ചൊരു ഭാഗത്ത് ഇരിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ മോട്ടർ ഇട്ടിരുന്നു രാവിലെ. അപ്പോൾ മോട്ടറൊക്കെ നിറഞ്ഞപ്പോൾ മോട്ടറൊക്കെ നിർത്തിയിട്ടാണ്. പിന്നെ വാതിൽ തുറക്കാൻ പോയപ്പോൾ അവിടെ ചാവി കാണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ചാവി അവിടെ ഉള്ളിലേന്ന്. അപ്പോൾ അവിടെ ഹാളിൽ പോയിട്ട് ചാവിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് വേണം വാതിൽ തുറക്കാൻ. അപ്പോൾ ചാവിയൊക്കെ എടുത്ത് കൊടുന്ന് പിന്നെ വാതിലൊക്കെ തുറക്കട്ടെ. പാത്രം മോറാനുള്ളത് അത് അവിടെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ. അങ്ങനെ പണിയെടുത്ത പരത്തിയ പാത്രങ്ങൾ, അതായത് ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പകുതി പണി കഴിഞ്ഞതിന് ശേഷം തോന്നി എന്നാൽ പിന്നെ വീഡിയോ എടുക്കാൻ കരുതി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ മോറിയേക്കാൻ നിന്നിട്ട് വാതിലൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ തന്നെ നമുക്ക് നല്ല വെളിച്ചമുണ്ടാവില്ല. മറ്റൊരു ഉറുപ്പത്തിങ്ങോണ്ടല്ലേ കാരണം എത്രയൊക്കെ ലൈറ്റ് ഇട്ടാലും രാവിലെ ഒരു കണ്ണാണാത്ത മാതിരി ഒരുമാതിരി പൊറുതിയേടല്ലേ. എനിക്കാണെങ്കിൽ നല്ല വെളിച്ചം വേണം, അല്ലെങ്കിൽ എന്തോ ഒരു പിരാന്തേക്കാരം. അങ്ങനെ ഇട്ടാൽ ഇനിയിപ്പോൾ നമ്മൾ പേരായാലും അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, അതായത് നമ്മൾ പണിയെടുക്കുക എന്തെങ്കിലുമൊക്കെ പണിയിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം കേട്ടോ. ഉറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേന് എനിക്ക് വെളിച്ചമൊക്കെ പോകണം. അതായത് ഞാൻ എൻ്റെ റൂമിൽ കയറി എന്താ കളിക്കുക വെച്ചാൽ ഇങ്ങനെ രാവിലെ എണീച്ചാൽ ആദ്യം ജനലൊക്കെ തുറന്നിടും കേട്ടോ. നമ്മൾ റൂം ഇങ്ങനെ അടച്ചുപൂട്ടി ഇതാക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. പിന്നെ പൊതുവേ ഇവിടെ ഞാൻ മേലെ ഇങ്ങനെ പുറത്തത്തെ വാതിൽ തുറന്നിടുമല്ലോ, കൊലയിനത്തെ വാതിലൊന്നും, അതൊക്കെ ഞാൻ അടച്ചിടലാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ മേലെ ഫുള്ള് അടച്ചു കൂട്ടിയിട്ടല്ലേക്കാരം. അപ്പോൾ ഒരുമാതിരി ഒരു മണമല്ലേക്കാരം. അപ്പോൾ എണീച്ചാൽ ആദ്യം റൂമിൻ്റെ ജനാലകളും പിന്നെ എന്താ പറയുക പുറത്തത്തെ കൊലയിൻ്റെ വാതിലൊക്കെ തുറന്നിടും. പിന്നെ ഒരു കാറ്റും വെളിച്ചമൊക്കെ തട്ടുമല്ലോ. അങ്ങനെ പിന്നെ ജനാലകളൊക്കെ തുറന്നിട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുമ്പോൾ ജനാലൊക്കെ അടച്ച് കറക്കം മുഴുവൻ താത്ത് റൂം ഇട്ടാക്കിയിട്ടിട്ട് ഞാൻ കിടക്കുള്ളൂ. എന്നാലും ഉറക്കം വരാൻ പറ്റും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, വെളിച്ചടിച്ചുമ്പോൾ എന്തോ ഒരു പൊറുതിയേടല്ലേ കാരം. അങ്ങനെ അതൊക്കെ ഇതാക്കി ഫാൻ ഫുള്ള് സ്പീഡിലിട്ടിട്ടാണ് കിടന്നുറങ്ങുമല്ലോ. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെച്ചാൽ തലവേദനയ്ക്കാരം. അതായത് ഒരു മന്ദപ്പേക്കാരം. എല്ലാവരും പറയുക ചെയ്യും കേട്ടോ, പകലും ഉറങ്ങും രാത്രി ഉറങ്ങും, എനിക്ക് ഇത്രമാത്രം ഉറക്കം കിട്ടുന്നുണ്ടോ ചോദിച്ചു. കാരണം ലാലു ഞായറാഴ്ച പെരയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എടുക്കും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ലാലിനെ പിടിച്ച് കിടത്തിയുറക്കും. ലാലു ഉറച്ച് രാത്രി ഉറക്കം വരില്ല. പിന്നെ ഫോണൊക്കെ അങ്ങനെ എടുത്ത് വെച്ച് കിടന്നാൽ പിന്നെ അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യും കേട്ടോ രണ്ടാളും കൂടി. ഞാൻ പിന്നെ എൻ്റെ ടൈമായ ഞാൻ ഉറങ്ങണം, പിന്നെ ആരും കാക്കൂല. എനിക്ക് എൻ്റെ ടൈമായ ഉറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് പിരാന്തേക്കാരം. ഞാൻ പറയും നിങ്ങൾ എവിടേക്കാച്ച പോയിക്കോളൂ, ഞാൻ എനിക്ക് കിടന്നുറങ്ങുന്നതെന്നാണ്. എന്നിട്ട് എൻ്റെ തലക്കപ്പുറത്തൊന്ന് ഫോണിൽ കളിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഫോണിൽ കളിച്ചപ്പുറത്ത് കേൾക്കൂലേ അറിയും. അപ്പോൾ പിന്നെ ആളും ഇങ്ങനെ ചിലപ്പോൾ കിടന്നുറങ്ങും, ചിലപ്പോൾ വല്ല ഫോണിട്ട് അപ്പുറത്ത് റൂമിൽ പോയിട്ട് അവിടെ ഫോണിൽ കളിച്ച് കിടക്കും കേട്ടോ. എന്നാലും ഞാൻ അവിടെ നീച്ച് പോകുന്നില്ല. എനിക്കെൻ്റെ ഉറക്കം ഉറങ്ങി തീർക്കുക തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് രാത്രി ആകുമ്പോൾ ഒരു തലവേദനയ്ക്കാരം. അപ്പോൾ ലാലു പറിച്ച് വേഗം ഉറങ്ങിക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് അറിയട്ടെ. കാരണം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പിരാന്തേക്കാരം. തൊട്ടീനും കണ്ടീനൊക്കെ നമുക്കൊരു തലവേദന ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല ഒരു സൈസ് ഒരു പിരാന്ത്, എല്ലാത്തിനും ഒരു ഈറല്ലേക്കാരം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്കെൻ്റെ നേരമായ ഞാൻ കിടന്നുറങ്ങും. ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടായാലും ശരി എനിക്കെൻ്റെ ടൈം എത്തിയാൽ ഉറങ്ങണം കേട്ടോ. അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും കല്യാണ പരിപാടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് വന്നാൽ വേഗം കിടന്നുറങ്ങും. അല്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് തന്നെ പിടിച്ചാൽ ഒരു പൊറുതിയേടേക്കാരം. അതെന്താ സംഭവിച്ചാൽ ഉറങ്ങി ശീലമായതുകൊണ്ടാണ്. ഉറങ്ങി ശീലമായ ആൾക്കാർക്ക് ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേക്കാരം. അങ്ങനെ കേട്ടോ, എൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലാലു ഇവിടെ ഞായറാഴ്ച ഉണ്ടെങ്കിലും പെരയിലുണ്ടെങ്കിൽ ലാലു പറയും എന്താടി ഞാൻ ഉണ്ടായിട്ട് വെച്ച് കിടന്നുറങ്ങുന്നത്. ഞാൻ പറയാം ആരൊക്കെ ഉണ്ടായാലും ഇച്ചിൻ്റെ ടൈം ആകുമ്പോൾ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും കേട്ടോ. ലാലുവിന് ഇങ്ങനെ ഉറക്കമൊന്നും വരില്ല. പിന്നെ ഞാനും ഉറങ്ങും. പിന്നെ ഫോണിൽ കളിച്ച് ചടപ്പ് വരുമ്പോൾ പിന്നെ ആൾ കിടന്നുറങ്ങും. എന്നിട്ട് ആൾക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല, രാത്രി ആയാലും പകലായാലും എനിക്ക് എൻ്റെ നേരമായാൽ എനിക്ക് ഉറക്കം വരും കേട്ടോ. ഞാൻ അങ്ങനെ പറയും ചെയ്യും, സ്വിച്ചിട്ട മാതിരിയാണ് കിടന്നുറങ്ങും ഞാൻ. എനിക്കെൻ്റെ ടൈം ആയാൽ, അതായത് രാത്രി 12 മണി വരെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടില്ല കേട്ടോ, ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ അതിനിപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ്. ഫോണിൽ കളിച്ച് അങ്ങനെ കിടക്കും. എന്നിട്ട് ആ 12 മണി ആ ടൈം ആകുമ്പോൾ വേഗം കിടന്നുറങ്ങുകയും ചെയ്യും. പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കിടന്നുറങ്ങാമല്ലോ.
അങ്ങനെ ഉറങ്ങാനൊന്നും പാടില്ല, എന്നാലും നമ്മളവിടെ പോകുമ്പോൾ അങ്ങനെ അല്ലേ ഇക്കാരം. പിന്നെ കിട്ടുന്ന ചാൻസൊക്കെ കടന്നുറങ്ങി മുതലാക്കും. എൻ്റെ അമ്മയും പറയട്ടാ, ഇജ്ജ് ഇങ്ങനെ മോളെ ഇങ്ങനെ കടന്നുറങ്ങാറ്. അപ്പോൾ നേരം വൈകി നീച്ചാലും പിന്നെയും പണികളൊക്കെ കഴിഞ്ഞും കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല, അല്ല അടിച്ചെടുത്തോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിൽ കളിച്ചാൽ അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ ചോറുന്നിട്ട് കടന്നുറങ്ങിയിട്ട് 3 മണിക്കൊക്കെ നീച്ചിട്ടാവും കേട്ടോ കുളിച്ചാൽ. എന്നിട്ട് പിന്നെ കുളിച്ച് നിസ്കരിച്ചും അപ്പോൾ കസറും കൊടുക്കും അങ്ങനെ. അപ്പം എൻ്റെ അമ്മ പറയും ചെയ്യട്ടാ, എന്തുറക്കാണെന്ന്. കാരണം എനിക്ക് എന്താണാവോ, ഞാൻ വെറുതെ ഇരുന്നാലും ഉറക്കം വരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വല്ല കല്യാണ പേരയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് അങ്ങനെ ഉറങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമായിക്കാരട്ടും. എത്രയൊക്കെ ഉറങ്ങിയാലും എന്താ പറയുക, എനിക്കൊക്കെ അവാർഡ് കിട്ടും ഉറങ്ങണേലിട്ടാ. കാരണം എവിടെ എന്നെ വെറുതെ കൊണ്ടുപോയിരുത്തിയാലും കുറേയൊക്കെ ഫോണിൽ കളിച്ചിരിക്കും. ഒരു എത്ര വെച്ചിട്ട് നമ്മൾ ഫോണിലൊക്കെ കളിച്ചിരിക്കും. അപ്പോൾ നമുക്കൊരു ബോറടിയല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കടന്നുറങ്ങും. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ തിരൂർ ഞാൻ ഒറ്റയ്ക്കല്ലേ, പകലൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതന്നെ കുറച്ച് നേരമൊക്കെ ഫോണിൽ അങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് അസലായിട്ടാണ് കടന്നുറങ്ങും. ചിലപ്പോൾ ആ സ്ഥാനത്ത് അപ്പോഴൊന്നും ഉറങ്ങില്ല, ചോർന്നിട്ട് വേഗം വന്ന് കടന്നുറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം നീച്ചു അങ്ങനെയൊക്കെ. എന്തായാലും ഒരു ദിവസം പകൽ എനിക്ക് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തലവേദനയാണ് എന്നാണ് ചുരുക്കി പറഞ്ഞു വന്നാൽ. ഉറങ്ങിയിട്ട് പിടിച്ചാൽ ഒരു സുഖം തോന്നില്ല കേട്ടോ. ആ ഒരു ദിവസം തന്നെ ഒരു പോക്കേക്കാരം. അങ്ങനെ പറഞ്ഞ് എന്തായാലും ഒരു അടുക്കളപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമ്മന്തി ഉണ്ടാക്കാനുള്ള ചട്ടി അത് അപ്പുറത്തും. അങ്ങനെ അതൊക്കെ സെറ്റായി. എന്താ പറയുക, അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ മോരെടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി, പിന്നെ വേസ്റ്റ് ഒഴിവാക്കാനുള്ളതൊക്കെ വേസ്റ്റൊക്കെ ഒഴിവാക്കി. അങ്ങനെയൊക്കെ ആയിട്ട് അടുക്കളപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടാ. പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം വീഡിയോ എടുക്കൽ തുടങ്ങിയത്, അതാണ് മുഴുവൻ കാണാത്തത്. അങ്ങനെ പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ ആയിട്ട് സമ്മന്തി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ അത് തിളച്ചപ്പോൾ അതൊക്കെ ഓഫാക്കി വെച്ച്. പിന്നെ ഇപ്പം എന്താ പിന്നെന്താ അതൊക്കെ തന്നെ വെച്ചിട്ടൊക്കെ, അതൊക്കെ തന്നെയല്ലേ നമ്മളെ പരിപാടി. അതിന് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് അമർന്നതിന് ശേഷം ചോറ് ഇങ്ങനെ വെന്തെന്ന് തോന്നിയപ്പോൾ ഞാനും തണുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കാട്ടാ. അതായത് മൂടി തുറക്കാതെ പൈപ്പിൻ്റെ തൊട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ വേഗം കുക്കർ തണുക്കുമ്പോൾ വേഗം തുറക്കാമല്ലോ. മറ്റേ ചൂട് കൊടുക്കാനായിട്ട് തുറന്നാൽ നല്ല കഥയിക്കാരം, ബോംബ് പൊട്ടുന്ന മാതിരിയാണ് പൊട്ടി തെറിച്ചോളും കുക്കർ. അപ്പോൾ പിന്നെ മെനക്കെട്ട പണിക്ക് നിന്നില്ല. കാരണം ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ അവിടെ പെരൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് വെച്ചിട്ട് ഞാൻ അതിൽ നിന്നില്ല കേട്ടോ. വേഗം പൈപ്പിൻ്റെ തൊട്ട് കുക്കർ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചേക്കാട്ടാ. അങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മൾ മൂടി തുറക്കാതെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുക്കർ തണുക്കുമ്പോൾ അങ്ങനെ നമുക്ക് വേഗം തുറക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ രാവിലെ ഇങ്ങനെ തിരൂരാകുമ്പോഴാട്ടെ ഈ ചായ കുടിയൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ വെറും വയറ്റിൽ ചായ കുടിച്ചുള്ളൂ ആ സംഭവം. ബാങ്ങിലാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. തിന്നാൻ നേരത്തെ കയറി നീച്ച് തരുന്നത്. അപ്പോൾ തിന്നും കൊണ്ട് എങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് നേരം പണ്ണൊക്കെ കളിച്ച് കിടക്കും. അങ്ങനെ കഴിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകും. അപ്പോൾ ഏതായാലും ചായ അടിച്ചാൽ മറക്കാച്ചാൽ പണീൻ്റെ തിരക്കില്ല, അതൊക്കെ ശ്രദ്ധ വിട്ട്. പിന്നെ ചായയൊക്കെ ആയപ്പോൾ ചൂട് കൊടുക്കാൻ ഒരു ഗ്ലാസ് ചായ അടിച്ചിട്ട് പിന്നെ ചോറ് ഇങ്ങനെ ഇളക്കി നോക്കണം, പക്ഷെ ചോറ് വെന്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ ഒന്നുകൂടി മേടിച്ചാലാന്ന് കരുതിയിട്ട് ചോറ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നല്ല വേവാതെ തിന്നാനും വെച്ച് കഴിഞ്ഞാൽ ഓവർ വേവായിട്ട് വെച്ച് പറ്റില്ല. അങ്ങനെ നമ്മൾ അരി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുമല്ലോ, ആ ഒരു വേവാട്ടെ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അരി ആ പൊട്ടൽ നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വിസിലടുപ്പിച്ചാലാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കുക്കർ മൂടിയിട്ട് പിന്നെയും അടുപ്പത്ത് തന്നെ വെച്ചിട്ടാണ്, ഗ്യാസുമ്മൽ തന്നെ വെച്ച്. അങ്ങനെ പിന്നെ അത് ഗ്യാസുമ്മൽ വെച്ചിട്ട് പിന്നെ ബാക്കി ഒരു ഗ്ലാസ്സും കൂടി ചായ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാലും ഇങ്ങനെ ഇവിടെ പെരയിലുണ്ടായിരുന്നില്ല. പിന്നെ ചായ അടിച്ചാനാകുമ്പോൾ ആകെ തണുക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കുടിച്ചാൽ നേരത്തെ ഒന്നുകൂടി ഉണ്ടാക്കാലും ഈ ചായ ഇങ്ങനെ വെറുതെ ഇവിടെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കരുതി ചായയൊക്കെ കുടിച്ചാൽ കരുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കൂട്ടാനൊക്കെ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ തക്കാളി സമ്മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പുളിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണമല്ലോ. അപ്പോൾ ഇങ്ങനെ വറ്റി വന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ സമ്മന്തിക്ക്. അതായത് നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പൊട്ടിത്തെറിച്ചിട്ട് അതിലത്തെ പുളിവെള്ളം കൊണ്ട് വറ്റി വന്ന് കുറുന്നനാവണം, അപ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനും അതൊക്കെ ഇളക്കി നോക്കിയും അല്ലെങ്കിൽ അടി പിടിച്ചൂലേ, അങ്ങനെ ഇടയ്ക്ക് തലക്കും അതൊക്കെ ഇളക്കി നോക്കിയൊക്കെ ശരിയാക്കി. പിന്നെ ആ ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് ചായ കൂടി കുടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ആകെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിരുന്നു. ചായനെ എനിക്ക് പൊതുവേ പറ്റൂല കേട്ടോ. അതായത് വൈകുന്നേരം ഒന്നും ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. ഈ രാവിലത്തെ ചായ മാത്രം, രാവിലെ വെറും വയറ്റിലൊരു കാൽച്ചായയും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ അപ്പത്തിൻ്റെ കൂടെ ഒരു ചായ, അങ്ങനെ 2 ഗ്ലാസ് ചായ. ഇന്നത്തെ നമ്മൾ നോക്കണം കേട്ടോ. ഇന്നത്തെ പിന്നെ ചായ ചൂടാറി വെറുതെ ഒഴിച്ച് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കുടിച്ചത്. കാരണം പാലുണ്ട്. അപ്പോൾ പിന്നെ അപ്പത്തേക്ക് പാൽ ചായ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ 2 ഗ്ലാസ് ചായ ഞാൻ തന്നെ ഉണ്ട് കുടിച്ചിട്ടാണ്. പിന്നെ അടുത്ത ചായ വെക്കാനുള്ള വെള്ളം അവിടെ കൊണ്ടു വെച്ചിട്ട്, കാരണം ഈ അടുപ്പ് കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത വെക്കാൻ, അങ്ങനെ കരുതിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തീ കൂട്ടി വെച്ചൊക്കെയായിരുന്നു.
അപ്പോൾ എന്താ വെച്ചാൽ നല്ല പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല കുറുന്നനാക്കി എടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു പരുവത്തൊക്കെ എത്തുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് തീ കുറച്ചേക്കണം നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക തിളക്കുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാ. പിന്നെ നമ്മുടെ മേത്തക്കും കണ്ണുക്കും മൂക്കൊക്കെ ഒന്നായാലും ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനൊപ്പം തന്നെ നിന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റായിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. പിന്നെ എന്താ പറയുക, ലാല് വരെ ഉണ്ടെങ്കിൽ പൊതുവേ പണി കഴിയൂല. അങ്ങനെ ആവുമല്ലോ. ഓലുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണേക്കാരം. പ്രത്യേകിച്ച് എനിക്ക് ലാലു വരെ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണേക്കാരം കേട്ടോ. ഒന്നെടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ലാലുവിനെ ഒന്ന് പോയി നോക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പിന്നെ വരും, പിന്നെ ബാക്കി പണിയെടുക്കും, അങ്ങനെയൊക്കെ ആയിട്ടേക്കാരം. അപ്പോൾ പിന്നെ ലാലു പോയ തക്കത്തിൽ വേഗം പണികളൊക്കെ കഴിച്ചാൽ എഴുതിയിട്ട് അങ്ങനെ ഇതാക്കട്ടെ. ലാലു പിന്നെ രാവിലെ ജിമ്മിനൊക്കെ പോകും, അത് കാരണം പിന്നെ ലാലു വരെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ മുറ്റൊക്കെ അടിച്ച് ഒരു സെറ്റാക്കിയിട്ട് വേണം പിന്നെ ചെടി നനയ്ക്കാൻ. പിന്നെയും വേറെ പണികൾ ഇഷ്ടംമാതിരി കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ വേഗം അടിച്ചൊരിടാൻ എഴുതിയിട്ട് മുറ്റമൊക്കെ അടിച്ചൊരി കൂട്ടും കേട്ടോ. പിന്നെ ആ ഭാഗത്തായിട്ട് ഞങ്ങൾ മുറ്റടിച്ചൊരി കൂട്ടിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്നായിട്ടിട്ടാണ് കത്തിച്ചാട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞാൻ ഇങ്ങനെ എന്താണ് ഇലകളൊക്കെ കൂടെ ഇട്ട് കത്തിച്ച് ചെയ്യുന്നത്. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചോരിയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക തണുത്ത ഇലേൻ്റെ മേലേക്ക് തന്നെ കൊണ്ടുപോയാണ് കൂട്ടിയിട്ടിട്ടാ. പിന്നെ വെയിലുണ്ടാകുമ്പോൾ അതങ്ങനെ തന്നെത്താനെ കടന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ അത് കരുതിയിട്ട് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് വരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എത്താ ചെടി നനയ്ക്കണം. അങ്ങനെ ഇപ്പോൾ പിന്നെ മഴ ഉണ്ടാവുമെന്ന് കരുതും, പക്ഷെ അന്ന് നമ്മൾ ചെടി നനച്ചിട്ടില്ലെങ്കിൽ മഴ ഉണ്ടാവില്ല, അതാണ് വിഷയം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കരുതുന്നത് എന്തായാലും ചെടി നനക്കാം, മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ചെടി നനക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പിന്നെ ചെടി നനക്കാൻ വേണ്ടി ഇറങ്ങിക്കണം. പിന്നെ എൻ്റെ മാതിരി ആരെങ്കിലും ഉണ്ടാകുന്നാവട്ടെ വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൈ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ കൈ ഊരെ കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം, പക്ഷേ എൻ്റെ കൈ സ്വാഭാവികം എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ പോലും അറിയാതെ കേട്ടോ കൈ ഊരക്ക് പോവുക. അതിനിപ്പോൾ നമ്മളിങ്ങനെ അടുപ്പത്തെ പണി എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈയിട്ടേ പണി എടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റേ കൈ സ്വാഭാവികമായിട്ട് കാണാൻ ഊരമൊക്കെ പോകും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ മറ്റേ എന്തല്ലേ കേട്ടോ, എന്താ അപ്പൂൻ്റെ പേര് ചോർന്നില്ല, എന്താ അസർമില്ല, ഇതൊക്കെ പല പേരാളും പറയട്ടെ അതിന് എന്താ അതിൻ്റെ ഒരു വിത്തുണ്ട് കേട്ടോ. അപ്പോൾ ആ വിത്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് തന്നെ എറിഞ്ഞെടുത്തിട്ടാണ്ട് വെറുതെ എറിഞ്ഞാൽ മതി. പിന്നെ അങ്ങനെ നമ്മൾ നനച്ചെടുക്കുമ്പോഴൊക്കെ ആയിട്ട് തന്നെത്താനെ അങ്ങോട്ട് മുളച്ച് വന്നോളും. അസർമുല്ല 4 മണി അങ്ങനെ എന്തോ ഒരു പേരാണ്, അതിൻ്റെ പേരെന്താണെന്ന് വെച്ചറിയില്ല. വൈകുന്നേരം കേട്ടോ വിരിയാപ്പൂവ്. അങ്ങനെ ചിലർ അസർമുല്ല അറിയാം, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അസർമുല്ല എന്ന് പറയുന്നത് ഏതാ വെച്ചാൽ ഒരു ചുവപ്പ് പൂവ് കേട്ടോ. വണ്ടിമ്മ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ചുവപ്പ് പൂവ്. പക്ഷേ എന്താണ് ചിലർ ഇതിന് അസർമുല്ല എന്നറിയിട്ടാ ഈ ഒരു ചെടിക്ക്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്നൊന്നും വെച്ചറിയില്ല. എന്തായാലും വൈകുന്നേരം കേട്ടോ പൂവ് വിരിയൽ. അങ്ങനെ പിന്നെ അതിൻ്റെ വിത്തൊക്കെ ഞാൻ അപ്പുറത്തൊക്കെ ഇട്ടെടുത്തിട്ടാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ഈ കുരുമുളക് ഉണ്ടാവില്ല, ആ ചെറിയ കുരുമുളക് ചട്ടിയിലൊക്കെ വെക്കണേ, അതുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ചെടി ഉണ്ടായിരിക്കുന്നത്, അതായിട്ട് അങ്ങനെ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ നനച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ ഇപ്പുറമൊക്കെ ഞാൻ ചെടികളൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ആ ചെടികളൊക്കെ നനച്ചു കൊടുക്കാം കേട്ടോ. ആ തലക്കെ ഞാൻ ഒഴിച്ചത് എന്താ വെച്ചാൽ ആ മറ്റേ ചേമ്പുണ്ടല്ലോ, നമ്മൾ 6 അടി പൊക്കത്തിലുള്ള ചേമ്പ്, ആ ചേമ്പ് നനച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ അതൊരു തേങ്ങ ഉണ്ട് വീണ്, തെങ്ങിൻ്റെ ഒട്ടുന്നിട്ടാണ് ഞാൻ ചെടി നനക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് കഴിച്ചലായിട്ടാ. തേങ്ങ ചാടിയപ്പോൾ ഞാൻ മേപ്പിട്ട് നോക്കാം എന്താ സംഭവിച്ചാലും തേങ്ങ ചാടിയിരിക്കുന്നത് ഞങ്ങളെ റൂമിൻ്റെ സൺസൈഡ് നമുക്ക് ചാടിയിട്ട് അവിടുന്ന് നേരെ തെറിച്ച് കാട്ടാം മുറ്റത്തേക്ക്. അല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ നോക്കി നേരെ എൻ്റെ നിർന്നലി കേൾക്കാരാ. ലാസ്റ്റായിട്ടുള്ള ചെടി നനയ്ക്കൽ എല്ലാതും അന്നത്തോടു കൂടി കഴിയും. എന്തായാലും പടച്ചോൻ കാത്തിട്ടാ. കാരണം തെങ്ങിൻ്റെ ഒട്ട് നിന്നിട്ടാണ് ഈ ചെടി നനക്കുന്നത്, ആ തെങ്ങുമ്പന്നാണ് ഈ തേങ്ങ ചാടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒച്ച കേട്ട്, കാരണം സൺസൈഡ് ബുക്കല്ല ചാടിയത്. അപ്പോൾ ഇതൊക്കെ ഒച്ച വെച്ചിട്ട് മേപ്പിട്ട് നോക്കിയപ്പോഴത്തേന് സൺസൈഡ് ബുക്ക് നേരെ മുറ്റത്തേക്കും ചാടി. പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോൾ ഒരു ഷോക്കായിട്ട് ഒന്നങ്ങോട്ട് നെട്ടി. എന്തായാലും പടച്ചോൻ കൂടെ ഉണ്ട്, പടച്ചോൻ കാത്തൊക്കെ ഉണ്ട്, ആയുസ് ഇനിയുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ഒരു കണ്ടകശനി എന്നൊക്കെ പറയുന്ന മാതിരി രാവിലെ തന്നെ പേടിച്ചു കൊണ്ടട്ടാ. ഇപ്പം പെട്ടെന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടി തന്നെയല്ലോ. ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബേജാറല്ലേ. കാരണം പിന്നെ ഞാൻ ഈ പൈപ്പ് ഇട്ട് എന്താ അങ്ങോട്ട് പോകാത്തിച്ചാൽ പൈപ്പ് അങ്ങോട്ട് എത്തൂല, കാരണം വളഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് പൈപ്പ് കുത്തിയെടുത്തുനിന്ന് വേറിടും. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം നീളത്തിൽ അങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നനക്കലാട്ടാ ചെയ്യൽ. അങ്ങനെ പിന്നെ ആ സൈഡത്തെ നനവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ചട്ടികളിൽ വെച്ചിരുന്ന ചെടികളൊക്കെ നനക്കണ്ടിട്ടാ. പിന്നെ ഞാൻ കന്നിക്കൂർക്കൊക്കെ ഉണ്ട് അവിടെ കുഴിച്ചിട്ടിട്ട് അതൊക്കെ കാര്യമായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇടക്കും തിരക്കൊക്കെ കുര ഉണ്ടാവും കേട്ടോ. എന്താ സംഭവിച്ചാൽ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും തണുപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റേ തണുപ്പ്, അതായത് എൻ്റെ പേരിൽ കല്യാണത്തിനൊക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ അയൽവാസിയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരല്. അപ്പോൾ അങ്ങനെ എന്താ താഴത്തുനിന്ന് കോരി കൊണ്ടുവരണം. അപ്പോൾ പിന്നെ കുഴത്ത വെള്ളമാകുമ്പോൾ ടാങ്ക് ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കണേ.
അപ്പോൾ പിന്നെ നമുക്ക് കുടിച്ചെടുക്കാമല്ലോ. പക്ഷേ കുഴത്ത വെള്ളത്തിനൊരു ചുവ ഉണ്ടാവില്ല. അപ്പോൾ ആ ചുവ പറ്റാതെ കാരണം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊക്കെ എന്നിട്ട് വെള്ളം കുടിച്ചിരുന്നത്. കാരണം തണുപ്പുള്ള വെള്ളം കുടിച്ചുമ്പോൾ നമുക്ക് അതിൻ്റെ ചുവ അറിയില്ലല്ലോ അങ്ങനെ. പക്ഷെ എന്താണെന്നാവോ അന്നൊക്കെ അങ്ങനെ കുടിച്ചിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് തണുപ്പുള്ളൊരു മുതലെടുത്ത് കൂടി പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം എനിക്ക് കുര തുടങ്ങും. എന്താണാവോ എനിക്ക് ഭയങ്കര അലർജീൻ്റെ പ്രശ്നം തുടങ്ങുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ടീലോ കുടിച്ചിട്ടോ. ടീലോ കുടിച്ചുമ്പോൾ കുഴപ്പമില്ല, കാരണം അതിൻ്റെ തരിപ്പുണ്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ തണുത്ത വെള്ളം അങ്ങനത്തെ ഒന്നും പറ്റില്ല. ടീലോക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും വീടെ തേങ്ങ ഒക്കെ പെറുക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മറന്ന് അങ്ങനെയാണ് പോകും. പിന്നെ നമ്മൾ ഉള്ളിൽ കയറുമല്ലോ. അപ്പോൾ പിന്നെ ചൂടോടുക്കനെ തേങ്ങ എടുത്ത് വെച്ചാൽ പിന്നെ സമാധാനമല്ല. പിന്നെ അങ്ങനെ മറന്നു പോകും. പിന്നെ എന്താ തേങ്ങ വീണ തെങ്ങ് കേട്ടോ. അതായത് ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഞാൻ ആ ചെടി നനച്ച് നേരെ താഴെ നിന്നിട്ട്. എന്താ ആരൊക്കെ ചതിച്ചാലും തെങ്ങ് ചതിക്കൂല എന്നൊക്കെ പറയണേ കേട്ടോ. അത് സത്യമാണെന്ന് ഇന്നായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ആ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഞാൻ ചെടി നനച്ചിരുന്നത്. എന്തോ ഭാഗ്യത്തിന് പഠിച്ചോണ്ടൊരു കാവലുകൊണ്ട് ആ തേങ്ങ നേരെ ഞങ്ങളെ റൂമിൻ്റെ ആ സൺസൈഡ് നമുക്ക് ചാടിയിട്ട് അവിടെ നേരെ മുറ്റത്തേക്ക് തെറിച്ചാണ് പോയിട്ടാ. എന്തെന്നറിയാം, ഭാഗ്യമുണ്ടെന്ന് ഇപ്പോഴാട്ടെ എനിക്ക് മനസ്സിലായത്. എനിക്ക് എല്ലാ കാര്യത്തിലും എന്താ പറയുക, ഭാഗ്യം എന്ന് പറഞ്ഞിടത്ത് കൂടി പോയിട്ടില്ല. കാരണം കൈക്ക് കിട്ടാനുള്ള മുതൽ തന്നെയാണ് പോകുന്ന മാതിരിയാണ്. അതേ അവസ്ഥയാണ്. പക്ഷേ ഇന്ന് എന്തായാലും പടച്ചോൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ സത്യം രാവിലെ തന്നെ തെളിഞ്ഞിട്ടാ. കാരണം എന്താ പറയുക, ആ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നിട്ട് നമ്മൾ ആ ഒച്ചപ്പാടും കൂടി കേട്ട് ഞാൻ മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നേരെ നിർന്നലേക്ക് വീണാൾ അവസ്ഥ പിന്നെ പറയണ്ടല്ല. എന്തോ ഭാഗ്യം. അപ്പം ഞാൻ ലാലുവിനോട് പറയുന്നിട്ടാ, എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കണം കേട്ടോ. എന്താ പറയുക, തെങ്ങ് ചതിക്കൂല എന്നൊക്കെ പറഞ്ഞേക്കട്ടാ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്ന് അറിയില്ലേനു കേട്ടോ. കാരണം നമ്മളിങ്ങനെ വെറുതെ പറയാം, ഓരോ പണ്ടത്തെ ആൾക്കാർ പറയുന്നല്ലേ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിർത്തിയത്. പിന്നെ ആ കറ്റർവാഴ കണ്ടങ്ങൾ, ആ കറ്റർവാഴ ഒടിഞ്ഞി എന്നിട്ട് അവിടുന്ന് പിന്നെ 2 തൈ മുളച്ച് വന്നിട്ട് അതാട്ടാ വീഡിയോയിലാണ് കാണുന്നത്. പാങ്ങത്തെ അമ്മമ്മ തന്നേന്നിട്ടാ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ അമ്മമ്മ തന്നേന്ന്. അങ്ങനെ കുഴിച്ചിട്ട് നല്ല വലിയ കറ്റർവാഴ എന്നിട്ടാ. എന്നിട്ട് പിന്നെ എന്താ പറയുക, അതിൻ്റെ കനം കൊണ്ട് ഇങ്ങനെ, അതായത് ഇങ്ങനെ നല്ല വലുതായിട്ട് അതിൻ്റെ കനം തൂങ്ങിയിട്ട് അങ്ങനെ പൊട്ടിയതേന്ന്. എന്നിട്ട് ഇപ്പോൾ അവിടുന്ന് 2 തൈ മുളച്ചിട്ടുണ്ട്. അതിനെപ്പോഴാട്ടെ കാണുന്നത്. കാരണം ഞാൻ പാങ്ങിലൊക്കെ പോയി വന്നപ്പോൾ അത് മുളച്ചിക്കണം. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവിടെ ഇരുന്നപ്പോൾ. നല്ല കാരണം വലിയ ഇലയൊക്കെ എന്നിട്ടാ, നല്ല വലിയ ഇലയായിട്ടുള്ള നല്ല കരുത്തുള്ളൊരു കറ്റർവാഴ ചെയ്തിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞെന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കണം. ഞങ്ങൾ എണ്ണ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോയപ്പോൾ ഭയങ്കര ഇടങ്ങേറായിരുന്നു. അങ്ങനെ പിന്നെ നനയും എല്ലാം കഴിഞ്ഞ് തേങ്ങ വീണ ക്ഷീണമൊക്കെ മാറി ഉള്ളിൽ കയറി പിന്നെ അതൊക്കെ അടിച്ചുവാരിയിരുന്നു കേട്ടോ. അടിച്ചുവാരി തുടച്ചിട്ട് വേണം പിന്നെ നമുക്ക് ഒരു ഭാഗത്ത് ഇരിക്കണമല്ലോ. പിന്നെ പരിപാടിക്ക് പോകണം, മാറ്റണം, ഒരുങ്ങണം, തിരക്കല്ലേ കാരണം. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും പലായൊക്കെ അടിച്ചുവാരൽ കഴിഞ്ഞ് അവിടെ വാതിൽ അടച്ചിട്ടിട്ട്. നായ്ക്കളെ ശല്യം നല്ല ഉണ്ട് കേട്ടോ. നായ്ക്കൾ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പായും കേട്ടോ. അപ്പോൾ പിന്നെ വാതിൽ തുറന്നിടാൻ നിന്നില്ല, വാതിലൊക്കെ വേഗം അടച്ചിട്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ലാലു ഇടുന്നാന്നാവാൻ നീച്ചായിരുന്നു. അങ്ങനെ ലാലു കുപ്പായം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുപ്പായം പുറത്താണ് തോരയിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലാലു കുപ്പായം എടുക്കാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലാലു പെരയിലുണ്ടാകുമ്പോൾ പണി നീങ്ങൂല. അതന്നെ കേട്ടോ. കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പിയേക്കാരം, തോണ്ടിയിട്ടും കുത്തിയിട്ടേക്കാരം. അങ്ങനെ പിന്നെ ഞാൻ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പായിട്ട് എന്താ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് യാതൊരു പിടുത്തില്ല. ഇവിടുന്ന് എടുക്കും അപ്പുറത്ത് കൊണ്ടുവയ്ക്കാം, അവിടുന്ന് എടുക്കും ഇപ്പുറത്ത് നിൽക്കാം അങ്ങനെ കേട്ടോ. അപ്പോൾ ലാലു എന്നെ കളിയാക്കി എന്നിട്ട് ഇത് കൂറ അരിച്ചുന്ന മാതിരി കടന്ന് പരക്കാൻ പായാലാന്ന് പറഞ്ഞിട്ട്. അത് സത്യം തന്നെയാണ്. കൂറാൾ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായല്ലേ കറന്ന മാതിരിയായിട്ട്. ഞാൻ ഇവിടുത്തെ സാധനം എടുത്ത് അവിടെ വെക്കും, അവിടുത്തെ സാധനം എടുത്ത് ഇവിടെ കൊടുക്കും. എന്തൊക്കെയോ കാട്ടണമെന്ന് ഇച്ചന്നെ ഒരു പിടുത്തല്. കാരണം നേരം വൈകണമുണ്ട്. നേരത്തെ ഇങ്ങനെ പരിപാടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ കാരണം അപ്പോൾ വേഗം പണികളും കഴിച്ചിട്ട് ഒറ്റക്കാണല്ലോ, എല്ലാ പണികളും വേഗം കഴിച്ചെന്നല്ല. അടിച്ചെടുത്തോടെ തിരുമ്പാളുണ്ട്. പിന്നെ മെഷീനിൽ ഇടാൻ കരുതിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മെഷീനിൽ ഇടാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കാട്ടാട്ടോ. അങ്ങനെ പിന്നെ വേഗം ആകാക്കെ അടിച്ചൂരിടട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പിന്നെ അടിച്ചൂരി ഇങ്ങനെ ഇതാക്കട്ടെ. അതിൻ്റെ ഇടയിൽ ലാലു അപ്പുറത്ത്, അതായത് എന്താ അടുക്കള സൈഡിൽ തോരട്ടെ ഇല്ലയെന്ന് കണ്ടപ്പോൾ പിന്നെ അപ്പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ അയലും ഉണ്ടോന്ന്. കാരണം തിരുമ്പിയ തോരട്ട് എല്ലാ അയലും ഫുള്ളാട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇട്ട് ലാലുവിന് കുപ്പായം കിട്ടി. അങ്ങനെ പിന്നെ ലാലു കുപ്പായം കിട്ടുന്നിട്ട് ലാലു എടുക്കുന്നത് തിരൂർക്ക് എടുക്കുക പോകാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലാലു തിരൂർക്ക് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലു പോയ തക്കത്തിൽ തന്നെ ഞാൻ വേഗം തുടക്കാൻ നിന്നിട്ടാ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തുട അവിടെ കിടക്കും. ലാലു വന്നാൽ പിന്നെ ലാലുവിൻ്റെ തല ഇങ്ങനെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ലാലു ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ ഇന്ന് തൊഴിലും കൊടുത്തു. അങ്ങനെ പിന്നെ ഓലുണ്ടാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ക്ഷീണവും സോക്കടേക്കരല്ലോ, വെറുതെ ഇരിക്കാൻ അങ്ങനെ തോന്നും. അങ്ങനെ പിന്നെ ലാലു പോയപ്പോൾ വേഗം തുടക്കാന്നൊക്കെ കരുതിയിട്ട് കൊലായി തുടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അല്ല കടപ്പുറത്ത് ഇരിക്കണ മാതിരി ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ റൂമിൽ ഫാൻ ഇട്ടിരിക്കണം. അപ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഫാനിൻ്റെ കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടായി തോന്നുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, എന്താ പറയുക, കടപ്പുറത്തൊന്നുമല്ല കേട്ടോ, ഇവിടെ റൂമിൽ തന്നെ ഇട്ടേ ഇരിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ തുടങ്ങി 2ാം തുട ഇട്ടാൽ കൊലായി
അങ്ങനെ ഇവിടെ കൊലായി ആദ്യം തുടച്ചിട്ട് വാതിലടച്ചിട്ട് ഞാൻ വാതിലടച്ച് ഫാനുണ്ട് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ മറ്റൊടത്തൊക്കെ തുട കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അത് ഉണങ്ങുമല്ലോ. പിന്നെ നമുക്ക് ആ ഫാനിൽ നിർത്തി എന്താ പറയുക ആ ഹാളത്തെ വാതിൽ കൂടി കൊണ്ട് അടച്ചുവിട്ട് പിന്നെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ മേലെയും താഴെയൊക്കെ കൊണ്ട് അടച്ചു വിട്ടിട്ട് ഞാൻ ഇവിടെ കിടന്നുറങ്ങും കേട്ടോ. അതാട്ടെ എൻ്റെ സ്വഭാവം. ഞാൻ ഒറ്റയ്ക്കല്ലേ പകലുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എല്ലായിടത്തും കൊണ്ട് അടച്ചു വിട്ടിട്ട് ഞാൻ അസ്ഥലായിട്ടാണ് കിടന്നുറങ്ങും. അങ്ങനെ പിന്നെ എന്താണ് പറയുക കൊലയുമത്തെ ചട്ടി അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ നനയ്ക്കണ കാരണം ഇങ്ങനെ ചട്ടിയിലത്തെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ചിലപ്പം അവിടെ വെള്ളം ഉണ്ടാവും. ചിലപ്പം വെള്ളം മാത്രമേ ഉണ്ടാവും. ചിലപ്പം ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പ് അടിച്ച് ഇതാക്കുമ്പോൾ ചിലപ്പം ചളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് ചട്ടി നീക്കി വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു പാത്രമൊക്കെ ഇട്ടിട്ട് വേഗം ഗ്രില്ലൊക്കെ അടച്ച് ഫാനിട്ട് വെച്ചിട്ടാണ്. പിന്നെ എല്ലായിടത്തും തുടക്കം കഴിഞ്ഞ് പിന്നെ വേഗം പോയി കുളിച്ചാൽ പിന്നെ ഇട്ടെടുത്ത ഡ്രസ്സും കൂടി മെഷീനിൽ ഇട്ടാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ല. ഞാൻ എപ്പോഴൊന്നും മെഷീനിൽ ഇടലില്ല കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തിരുമ്പാണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ മെഷീനിലിടും. പിന്നെ നമുക്ക് വെച്ചാത്തുമ്പോഴൊക്കെ തിരുമ്പാത്തൊക്കെ ഉണ്ടെങ്കിൽ മെഷീനിലിടും. അങ്ങനെ എന്നൊന്നും മെഷീനിൽ ഇടലില്ല. ആകെ ഉണ്ടാവും എൻ്റെ ലാലുവിൻ്റെ ഡ്രസ്സ് ആയിക്കാരം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ലാലുവിൻ്റെ ഡ്രസ്സ് പിന്നെ ഞാൻ അങ്ങനെയാണ് കല്ലുമ്പോൾ തിരുമ്പോൾ ഇതേമാതിരി നമുക്ക് വെച്ചാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നണൊക്കെ ദിവസം ഇതേമാതിരി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് മെഷീനിലിടുക ചെയ്യുക. മറ്റേത് രണ്ടാളാ ഡ്രസ്സ് ഒറ്റയ്ക്ക് മെഷീനിലിട്ടാൽ മുതലാവില്ലല്ലോ. ഇടുമ്പോൾ പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തോനെ ഇടാൻ വേണ്ടേ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അങ്ങനെ ഡ്രസ്സുകളൊക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ മെഷീനിൽ ഇട്ടിട്ട് പിന്നെ ചായ അടിച്ചാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ ചായ അടിച്ചാൻ വേണ്ടി വന്നപ്പോൾ ലാലുവിൻ്റെ ചായ അടി കഴിഞ്ഞിട്ട് ലാലു കുറേ നേരം അതിനെ വിളിച്ചിന്. ഞാൻ പിന്നെ മെഷീനിലിട്ട് പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കാലോ നമുക്ക് വെച്ചിട്ട് മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾക്ക് ഒരു നേരം ആവുമല്ലോ. പിന്നെ നമ്മൾ ചായ അടിച്ചിട്ട് നേരം കൊണ്ട് മെഷീനിലിട്ടത് വേഗം കണ്ട് തിരുമ്പി ഉണങ്ങി ഇങ്ങോട്ട് കിട്ടും. പിന്നെ തോരയിട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനും മെഷീനിലിടാൻ പോയതേന്. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ലാലു നീച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ലാലു വേഗം കുളിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടാ. അങ്ങനെ പിന്നെ ഞാനങ്ങനെ ആക്കത്തിന് ഇരുന്നിട്ട് അങ്ങനെ ചായ അടിച്ചിട്ട് എനിക്കാണ് കുറേ ടൈമൊക്കെ വേണ്ടി ഒരു ചായ അടിച്ചാൽ. അങ്ങനെ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കടന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ അയൽവാസിയിൽ മുട്ടായെടുക്കലല്ല സോറി മുടിയാഴ്ച പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിന് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ മാറ്റി ഒരുങ്ങി കണ്ണാടേൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് കുറേ കേട്ടാട്ടിട്ടാ. എത്രയൊക്കെ കണ്ണാടി നോക്കിയാലും നമ്മളാണ് എന്നാലും തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താ സംഭവിച്ചാൽ എന്താ പറയുക ഇവിടെ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അന്ന് വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചോറുന്നപ്പോൾ ചെക്കൻ്റെ പെങ്ങൾ ആരോ ഒരാൾ പറഞ്ഞു കുട്ടികൾ താമരപ്പാടത്തേക്ക് വെക്കുന്നത് അല്ല താമരക്കുളത്തേക്ക് താമരപ്പാടം പറഞ്ഞിട്ടോല്. അപ്പോൾ പിന്നെ എനിക്ക് ആകതായിട്ട് കാരണം ഈ ഭാഗത്ത് അങ്ങനെ താമരയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ചോറുന്നൽ കഴിഞ്ഞ് കൈ കഴുകാൻ നിന്നപ്പോഴാട്ടെ ഈ പാടം കണ്ട്. അപ്പോൾ പിന്നെ വേഗം ഇങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി നിന്നിട്ട് പിന്നെ ഈ ഓടുപേരൻ്റെ ബാക്കിൽ കാണുന്ന ഏട്ടോളെ പേര. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നവരൊക്കെ ചോറുന്നുള്ളൂ. ഞങ്ങളിത് വേഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഓടുമര കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഇപ്പം അങ്ങനത്തെ പേരാളൊന്നും കാണാനില്ല. പണ്ടത്തെ ഓടുമര കേട്ടോ. അവിടെ ഒരു കാക്ക പാവം നിസ്കരിച്ചെന്നൊക്കെ കണ്ടിട്ട് അവിടെ കൊലയും വന്നിട്ട് ഇങ്ങനെ പരിപാടിക്ക് വന്ന കാക്കനെ തോന്നുന്നുണ്ട് അവിടെ നിസ്കരിച്ചിട്ടാ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ഒരു കാക്ക പറഞ്ഞ് അവിടെ പോത്തിനെ കടത്തിയിരുന്നു. അപ്പോൾ അവിടെ കസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു വെല്ലിപ്പേട്ടാ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് നോക്കണുണ്ട്. അപ്പോൾ കാക്ക ഇറങ്ങൾക്ക് താമര പറിച്ചണമെങ്കിൽ അപ്പുറത്തേക്ക് പോയിക്കോളി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഓടുമരുടെ സൈഡിൽ കൂടി വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക മുട്ടാളൊക്കെ ഇട്ടാ വലിയ വലിയ മുട്ടാളും പൂക്കളൊക്കെ അറുത്തിക്കണ്. പിന്നെ നട്ടുവെച്ച സമയമല്ലേ പൂവൊന്നും വിരിയില്ലല്ലോ മുട്ടായിട്ടല്ലേ നിൽക്കുക. അങ്ങനെയാണ് തോന്നുന്നു താമര. ആമലൊക്കെ അങ്ങനെ ഇട്ടാ വെയിലായാലും മുട്ടായി നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വിരിഞ്ഞത് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ പാടത്തിൻ്റെ നടുക്കാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാല് പൂളും. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ വിട്ടില്ല. എനിക്ക് പിന്നെ വെള്ളം എവിടെ കണ്ടാലും എനിക്കൊന്ന് ഇറങ്ങണം. പക്ഷെ ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വെള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കണത്. പിന്നെ പാടണം ആകെ ചേറാട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ആമ്പലല്ല താമരേൻ്റെ മുട്ടിങ്ങനെ പൊട്ടിച്ചുമ്പോൾ ഒച്ചപ്പാട് കേൾക്കണം. അപ്പോൾ എന്താ ട്രെയിന് പോവുകയാണ് അതിൻ്റെ അപ്പുറത്ത് കൂടി. അങ്ങനെ പിന്നെ അപ്പുറം ട്രെയിന് ഇപ്പുറം എന്താ പറയുക ആമ്പൽപ്പാട് മൊത്തത്തിൽ ഇതാട്ടാ താമരപ്പാടാട്ടാ. അല്ല ആമ്പൽപ്പാടം എന്ന് പറയുന്നത് സോറി ആമ്പലും താമര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുണ്ട്. പിന്നെ അടുത്തുനിന്ന് അങ്ങനെ 2-3 മുട്ടൊക്കെ കിട്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ തൊടുവിൽ നോക്കിയപ്പോൾ ഒരു മടലുണ്ട്. പക്ഷെ ആ മടൽ ഇങ്ങോട്ട് എത്തൂല. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ അയൽവാസിക്കാർ തോരട്ട അയലുണ്ട് കേട്ടോ. ആ അയലുമ്പോൾ ഇങ്ങനെ തൂണായിട്ട് ഇങ്ങനെ വെക്കുമല്ലോ ആ സംഭവം കൊടുത്തിട്ടാട്ടോ. പിന്നെ ഞാൻ ആമ്പൽ പറിച്ചത് അത് ഞാൻ തോട്ടിയൊക്കെ എടുത്ത് കേട്ടോ. അതായത് അറ്റങ്ങളങ്ങനെ അയലിങ്ങനെ താവായിരിക്കാൻ വേണ്ടി കുത്തി വെച്ചിരുന്ന കൊള്ളിയാണ്. ആ കൊള്ളി എടുത്തിട്ട് ഞാൻ പിന്നെ താമരയൊക്കെ പറിച്ചിട്ടാ. താമര മുട്ട് പറിച്ചിട്ടാ. പിന്നെ മുട്ടയെന്നല്ല പിന്നെ അവിടെ തോണിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ തോണിയൊന്നും തോയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെള്ളമൊന്നുമില്ല കേട്ടോ. ആകെ ചേറായിട്ടിട്ട് ഇത്തിരി വെള്ളമുള്ളൂ കേട്ടോ.
അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ കിട്ടുന്നിടത്തോളം പറിച്ച് കിട്ടിയല്ലേ വെറുതെ വിടണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ താമര നേരിട്ട് കാണുന്നത്. അതായത് ഇങ്ങനെ കണ്ടിരിക്കണം, പക്ഷെ അങ്ങനെ നമ്മൾ പാടത്തൊക്കെ തോങ്ങനെ പാടായിട്ട് നിൽക്കുന്നതൊക്കെ പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണുകയെന്നല്ലാതെ എടുത്ത് നിന്നിട്ട് കാണുകയോ പറിച്ച് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ വെറുതെ വിടാൻ തോന്നുന്നില്ല. ലാലു ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ, പറിച്ചാനും ഇരിക്കാനൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നിട്ടാ. പക്ഷെ നമ്മളൊരു പരിപാടിക്ക് പോയതല്ലേ, അപ്പോൾ പിന്നെ എന്താ പറയുക, ആ ഒരു മര്യാദക്ക് നിൽക്കണ്ട. മറ്റേ ലാലുവിൻ്റെ കൂടെ ഇടുന്നുണ്ടെങ്കിൽ എപ്പോഴോ ഞാൻ ആ ചേർക്ക് ഇറങ്ങിയിട്ട് മുഴുവൻ പറിച്ച് കഴിഞ്ഞിട്ടാ. എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. എവിടെ വെള്ളം കണ്ടാലും അല്ലെങ്കിൽ താമരായാലും ആമ്പലായാലും എവിടെ ആയാലും ഞാൻ ഇറങ്ങൂട്ട. അങ്ങനെ ആളുണ്ട് വെച്ചിട്ടുള്ള മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇതേമാതിരി ഒരു ദിവസം ലാലുവിൻ്റെ മൂത്താപ്പാൻ്റെ മോളോടെ സൽക്കാരം പരിപാടി ഉണ്ടായപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ ഇതേമാതിരി പാടത്ത് നിറച്ച് വെള്ളം ആമ്പൽ കണ്ടിട്ട്. അപ്പോൾ പോയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ പരിപാടിക്ക് പോകുമ്പോൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് പോന്നപ്പോൾ ഞാൻ ആ പാടത്ത് ഇറങ്ങിയിട്ട് ഫുൾ ആമ്പലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ആ പാടത്ത് കൂടെ നടന്നിട്ട് പറിച്ച് നിന്നിട്ട്. അത്രയ്ക്കും ഇഷ്ടമായിട്ട് എനിക്ക് ഈ ആമ്പൽ അറിയുന്ന സംഭവമൊക്കെ. അപ്പോൾ പിന്നെ താമര പിന്നെ പറയും വേണ്ടിയില്ലല്ലോ, നമ്മൾ അങ്ങനെ ഇങ്ങനെ കാണാത്ത മുതലാണല്ലോ, എപ്പോഴും നമുക്ക് താമര കാണാൻ കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ ഒരു പാടം എന്നല്ല, ആ പാടം മുഴുവൻ താമര തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ തീരെ വെറുതെ വിടൂലല്ലോ. അപ്പോൾ കിട്ടുന്നിടത്തോളം ഞാൻ പറിച്ച, അയൽവാസിക്കാർ കണ്ടിട്ടില്ല പാവറ്റങ്ങൾ അയൽമത്തെ തോട്ടിക്കെടുത്തിട്ടേന്ന് ഞാൻ പൂ പറിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ പറിച്ച പൂക്കൾ പിന്നെ 2 അമ്മമാർക്കും കുട്ടികൾക്കും കൊടുത്തിട്ടാ. അവിടെ കുട്ടികളുണ്ട്, അപ്പോൾ ഓർക്കും കൊടുത്തിട്ട് പിന്നെ ബാക്കി 4 മുട്ടയിട്ട് ഞാൻ വന്നിരിക്കുന്നു കേട്ടോ. പൂവല്ല മുട്ടാണ് അത്. ഇതേമാതിരി വിരിയാത്ത പൂവിന് നമ്മളാണ്ടി വിരിയിപ്പിച്ച് തന്നെ. അപ്പോൾ പിന്നെ ഇച്ചൊരു സമാധാനമില്ല കേട്ടോ, കാരണം അത് വെള്ളത്തിലിട്ടാൽ വിരിയൊന്നുമില്ല. കാരണം ഇങ്ങനെ എന്താ പറയുക, കാരണങ്ങൾ കുറേ ആയല്ലോ അല്ലേ. പറയുമ്പോൾ കുറേ തെറ്റാളുണ്ട് കേട്ടോ. നമ്മൾ വളവളാച്ചിട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എന്തേന്ന് ഇപ്പോൾ പറയാൻ വന്ന ഇങ്ങനെ മുട്ട് വിരിയാനുള്ള മുട്ടൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടാൽ വിരിയില്ലല്ലോ, കാരണം ആ ഒരു സൈസും പരിവത്തി മുട്ടയല്ലേ വിരിയുള്ളൂ. പിന്നെ വിരിയൊന്നും തന്നെ നാവട്ടെ, നമ്മൾ ആമ്പലൊക്കെ വെള്ളത്തിലിട്ടാൽ വിരിയൊക്കെ ചെയ്യും. താമരൻ്റെ എന്താണെന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ട് കിട്ടുന്ന മുതലല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും വിരിയാത്ത പൂനാണ്ട് വിരിയിപ്പിച്ചാന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി ഇതോളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ തുറന്ന് അങ്ങനെ ചെയ്യാൻ കരുതിയിട്ട് അങ്ങനെ അതിമുള്ള മെനക്കെടാട്ടോ അപ്പോൾ ഈ കാണുന്നത്. പിന്നെ താമര വിരിയില്ലാന്ന് 100% ഉറപ്പാട്ടോ, കാരണം അത്രക്കും ചെറിയ മുട്ടയൊക്കെയാണ് ഞാൻ പെറുക്കി കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടണല്ലേ നമുക്ക് പെറുക്കാൻ പറ്റുള്ളൂ. പിന്നെ വലിയ മുട്ടകൾ ആ പാടത്തിൻ്റെ നടുക്കുണ്ട്, അവിടെ ഇട്ട് ഇറങ്ങി പെറുക്കാനും വെച്ചാൽ, കാരണം ഞാൻ വെള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായാലും ഇറങ്ങിയെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ലാലുവിൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ പിന്നെ ചളി കുളിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി പോയ വണ്ടിയല്ലേ, അപ്പോൾ പിന്നെ ചളി കുളിച്ചിട്ട് മടിയല്ലേ. അത് നമ്മളെ പേരിൽ നിന്നൊക്കെ ആണെങ്കിൽ തിരക്കിടില്ല, കെട്ടിച്ചെടുത്തെന്നൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ മടിയല്ല. എന്നാൽ തന്നെ പിന്നൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിന്ന്. പിന്നെ ഇപ്പോൾ മടി കാട്ടി നിന്നിട്ട് കാര്യമില്ലല്ലോ, സാധനം കൈക്കാൻ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പെറുക്കണ്ട, ആരും നമുക്ക് പെറുക്കി തരുമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ അയൽവാസിക്കാരെ അയലുമെന്ന് ആ തോട്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ കൂളായിട്ട് പറിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നേരം കന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് ചിരിച്ച് ചെയ്യുന്നിട്ട് അതിൻ്റെ കാട്ടിൽ കണ്ടിട്ട്. എനിക്കാണല്ലോ ഇത് ഇട്ടിട്ട് ഒക്കെ കൂടെ കണ്ടിട്ട് അവിടെ നിന്ന് കൊണ്ട് പോരാനും തോന്നില്ല. ലാലുവിൻ്റെ കയറ്റാനും പോയി കാണുന്നുണ്ടെങ്കിൽ നല്ല മുതലാക്കി. എന്നിട്ട് ഞാൻ അതിൽ ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടിടത്തോളം ഞാൻ പറിച്ചിരുന്നു. എനിക്ക് പൂതി ഇട്ടിട്ടൊന്നുമില്ല, എന്തായാലും കിട്ടിയത് അയച്ചിട്ട് കിട്ടിയവും പെറുക്കി പോന്നാ കേട്ടോ. എന്നിട്ട് പിന്നെ 2 പൂതിയെ മാതിരി ഇതളൊക്കെ അങ്ങനെ ഇങ്ങനെ എന്താ വിരിയിപ്പിച്ച് അങ്ങനെ 2 പൂക്കളെ വിരിയിപ്പിച്ചിട്ടാൽ. മറ്റേ 2 പൂക്കളും മുട്ട് വലിയ വലിപ്പമൊന്നുമില്ല. ഇത് നല്ല വിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ സംഭവം കുറച്ചും കൂടി വലുതൊക്കെ ആയിക്കാരം കേട്ടോ. പക്ഷെ അത് ചെറിയ മുട്ട ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മണത്ത് നോക്കണം കേട്ടോ, വലിയ മണമൊന്നുമില്ല, കാരണം വിരിയാനുള്ള സൈസുള്ള പൂവായിട്ടില്ലല്ലോ അത്. അങ്ങനെ പിന്നെ അത് വിരിയിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു കുപ്പി ഉണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ വെള്ളക്കുപ്പി. ആ വെള്ളക്കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ വെള്ളക്കുപ്പീൻ്റെ മൂടി പൊട്ടിയിരിക്കുന്നത്, അത് നമ്മൾ ചില്ലിൻ്റെ ഒക്കെ മാതിരിയുള്ള മൂടിയാണ്. അങ്ങനെ അത് പൊട്ടിയിട്ട് അതിൽ വെള്ളം കുടിച്ചാൻ പറ്റില്ല കേട്ടോ, കാരണം വെള്ളം ഒഴിച്ചു. അപ്പോൾ പിന്നെ ആ വെള്ളക്കുപ്പി ഏതായാലും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ എൻ്റെ താമരയും മുട്ടും ഒക്കെ അതിൽ വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ എൻ്റെ മുണ്ട കൂടി എന്നിട്ടാണ്. കാരണം എന്താ വെച്ചാൽ മുണ്ടും ഡ്രസ്സൊന്നും ഊരിയിടാൻ ഒഴിവില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കിയാലേ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ അങ്ങനെ തന്നെയാണല്ലോ, നമ്മളെ കൈക്ക് കിട്ടിയാൽ തീരുമാനമാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ, അതിൽ തീരുമാനം ഉണ്ടാക്കണം, എന്നൊക്കെ കൊളാക്കണം അല്ലെങ്കിൽ നേരാക്കണം, ആ ഒരു മെയിൻ കേട്ടോ എനിക്ക്. അപ്പം അങ്ങനെ പിന്നെ വിരിയാത്ത പൂവിനെയും വിരിയിപ്പിച്ച സമാധാനത്തിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു 10 വേഗം നിസ്കരിച്ച് കിടക്കാൻ കരുതിയിട്ടാണ്. ഞാൻ പിന്നെ പോയപ്പോൾ നിസ്കരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് 12 മണിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ എത്തിയപ്പോഴൊക്കെ നേരെ ഒരുപാടായിക്കണം പോയപ്പോൾ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ വന്ന് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കളയാട്ടോ. പിന്നെ ഞാൻ വെള്ള ഡ്രസ്സ് ഇട്ട കാരണം എനിക്ക് അവിടുന്ന് മനല്ല മനസ്സോടൊക്കെ തന്നെയാണ് പോന്നിക്കണം. എന്നാലും 4 പൂ കിട്ടിയോന്ന് വെച്ചൊന്നും ആയിട്ടില്ല കേട്ടോ, കാരണം ആ പാടം മുഴുവൻ അത് കണ്ടിട്ട് എനിക്ക് ഒരു സമാധാനമില്ല പോരാൻ.
പിന്നെ ഓലൊക്കെ വീഴ്ത്താലായ കാരണം പിന്നെ മനമുള്ള മനസ്സോടെ അങ്ങോട്ട് പോന്നാട്ടാ ഞാൻ. അപ്പോൾ പിന്നെ എന്തായാലും പൂവിനെ വിരിയിപ്പിച്ച് കണ്ടപ്പോൾ തന്നെ കുറേ സമാധാനമായി. കാരണം മുട്ടല്ലേ നമുക്ക് കിട്ടിയത്. മുട്ട് വലിയ രസം ഉണ്ടാവില്ലല്ലോ കാണാൻ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് വിരിയൊന്നുമില്ലല്ലോ, കാരണം ആ വിരിയാനുള്ള സൈസുള്ള പൂവല്ലേനു. അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇനിയിപ്പോൾ സങ്കടപ്പെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയില്ല. ആ ഒരു പൊലിവാട്ടെ എനിക്ക്. കാരണം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എന്താ കായലോ എന്തൊക്കെ ഇങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും അറിയില്ലേനു കേട്ടോ അങ്ങനെയൊക്കെയാണെന്ന്. ഞാനവളെ പെരേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അറ്റങ്ങളെ കല്യാണം ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടേന്ന്. അപ്പോൾ പിന്നെ നമ്മൾ പെരൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ നല്ല പൊലിവായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ എടുത്ത് നിന്നിട്ട് താമരപ്പാടൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ കിട്ടിയ ചാൻസിൽ പിന്നെ ആരെയും നോക്കിയില്ല. ഞാൻ ആഗ്രഹമുള്ള പോലെ കിട്ടുന്നിടത്തോളം പൂവൊക്കെ പറിച്ച് പോകും. ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് കടന്ന് നീച്ച് പിന്നെ വൈകുന്നേരം ചായക്കടി ഉണ്ടായിരുന്നിട്ടാണ് എന്താ പറയുക എന്താ മക്രൂണിപ്പോള ആ സംഭവമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് ഞാൻ 2 വട്ടം 3 വട്ടമായിട്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ ഇവിടെ തിരൂർ. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലാലുവിനും ആ വെള്ളമൊക്കെ അവിടെ മാറ്റി വെക്കും. എനിക്ക് തിന്നാളെടുത്തിട്ട് പിന്നെ ഓൽക്കുള്ള അവിടെ മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുറിച്ചിട്ട് കൊണ്ട് മുറിയുന്നില്ല, കാരണം ഒരു കൈക്ക് ഫോണാണ്. പിന്നെ ഇങ്ങനെ മുറിയാലേ അങ്ങനെ ചൂടോർക്കണം കേട്ടോ. ക്ഷമൊന്നുമില്ല ചൂടാറാണ്ട്. പിന്നെ ഞാൻ പാത്രമാണെങ്കിൽ അതിലേറെ മുന്നേ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുറിച്ചിട്ട് പുറമെ പാത്രം നിന്ന് തിരിയുക. അങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ ശക്തി മുഴുവൻ എടുത്തിട്ട് ഞാൻ മക്രോണിപ്പാള എന്താ പറയുക മുറിച്ചെടുത്തിട്ടാണ് 2 കൈയിട്ടൊക്കെ ഒരു കൈയിട്ട് പാത്രം മുറിച്ചിട്ട് മറ്റേ കൈയിട്ടൊക്കെ മുറിച്ചാണെങ്കിൽ കിട്ടും. പക്ഷെ എൻ്റെ ഒരു കൈക്ക് വീഡിയോ എടുക്കേണ്ടത് ഞാൻ അത് കാരണം കേട്ടോ പാത്രം തിരിഞ്ഞഴിച്ചത്. അങ്ങനെ പിന്നെ അത് ചൂടാറിയതിന് ശേഷം തക്കാളി സോസിലൊക്കെ മുക്കിയിട്ട് പിന്നെ അങ്ങനെ എന്താണ് വൈകുന്നേരത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് നിസ്കാരം ഒത്തും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാലു രാത്രി ഇതേമാതിരി ഷവർമ്മ കൊടുത്ത് നിന്നിട്ടാ. അങ്ങനെ പിന്നെ ഷവർമ്മ ഒക്കെ തിന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.